ജഗൻ പറയുകയാണ്, നീ ആ ഫോൺ ഇങ്ങെടുക്ക്, ഞാൻ ദിയയെ ഒന്ന് വിളിക്കട്ടെ. ഫോൺ കൊടുത്ത് ബിനു ചോദിക്കുകയാണ്, അല്ലെണ്ണ ഈ സമയത്തൊക്കെ വിളിച്ചാൽ ചേച്ചി എടുക്കുമോ? ഉറക്കം കിട്ടിയില്ലെങ്കിൽ എന്റെ വിളിച്ചെന്നാൽ എടുക്കും. എന്നാ പിന്നെ വിളിക്കുക എന്ന് പറയുകയാണ് ബിനു. ജഗന്റെ കോൾ കണ്ട് സന്തോഷത്തോടു കൂടി ഫോൺ എടുക്കുകയാണ് ദിയ. ഹലോ, എന്താ ഈ സമയത്ത്? ഞങ്ങൾ ദിയയുടെ വീടിന്റെ പരിസരത്ത് തന്നെയുണ്ട്. ദിയ ചോദിക്കുകയാണ്, ഞങ്ങളെന്ന് പറഞ്ഞാൽ? ഞാനും അട്ടബിനുവും. രണ്ടാളും കൂടി എന്താ ഇവിടെ? അത് ഭീഷണിയൊക്കെ ഉള്ളതല്ലേ? പോലീസുകാര് നൈറ്റ് പെട്രോളിംഗ് നടത്തുന്നത് പോലെ ഞങ്ങൾ ഇവിടെ ഒന്ന് ചുറ്റുവാണ്. അപ്പോ ഇടയ്ക്കൊക്കെ ഇതുവഴി പോകാറുണ്ടോ? ആ ഉണ്ട്, കുറച്ചു ദിവസമായിട്ട്. പക്ഷെ ഇന്നാണ് ഒന്ന് വിളിക്കാൻ തോന്നിയത്. ദിയ ചോദിക്കുകയാണ്, അപ്പോൾ ഗൂർഖയുടെ പണിയും ചെയ്യുമല്ലേ? ഒരിക്കലുമില്ല. ഗൂർഖകൾ പൈസ വാങ്ങിപ്പോയാൽ പിന്നെ ആ പരിസരത്ത് കൂടി വരില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ. പൈസ വാങ്ങാതെ പണിയെടുക്കുന്നവരാണ്. അതിനൊരു 100 താങ്ക്സ് എന്ന് ദിയ പറയുമ്പോഴേക്കും ദിയയുടെ മുറിയിലേക്ക് വരികയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മിയെ കണ്ടൊന്ന് പരിഭ്രമിച്ച് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ദിയ. ജഗൻ ഹലോ ഹലോ ദിയ എന്ന് വിളിക്കുകയാണ്. ബിനു ചോദിക്കുകയാണ്, എന്താ അണ്ണാ, ആരോ വന്നെന്ന് തോന്നുന്നു. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ഈ സമയത്ത് ആരാണ് വിളിച്ചത്? എന്റെ ഒരു ഫ്രണ്ടാണ്. ബോയ് ഫ്രണ്ടോ അതോ ഗേൾ ഫ്രണ്ടോ? അമ്മയ്ക്കറിയാമല്ലോ എനിക്കങ്ങനെ ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്ന്. ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരുത്തൻ അവതരിച്ചിട്ടുണ്ടല്ലോ. ഒരു ഗുണ്ട. ദിയ ചോദിക്കുകയാണ്, അമ്മ എന്തിനാ സമയം കിട്ടുമ്പോഴൊക്കെ ഇതൊക്കെ പറയുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരാളുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയാണ്. ദേഷ്യത്തോടു കൂടി ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? അവനെ പറ്റി ഞാൻ കൂടുതൽ അന്വേഷിച്ചു. ചങ്കുറപ്പ് കൂടുതലുള്ളവനാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. നിയമം പോലും പേടിക്കുന്ന ഒരുത്തനുമായി ചങ്ങാത്തം കൂടുന്നത് നല്ലതല്ല. ദിയ ചോദിക്കുകയാണ്, അയാളല്ലല്ലോ അമ്മ ഇപ്പോൾ വിളിച്ചത്. ഞാൻ മൊബൈൽ പിടിച്ചു വാങ്ങി, അതാരാണെന്നൊന്നും നോക്കുന്നില്ല. നമുക്ക് പറ്റിയ ബന്ധങ്ങളെ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അല്ലാത്തത് വിട്ടുകളയണം. പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ദിയ പറയുകയാണ്, ബുള്ളറ്റ് ജഗനെ പറ്റി പലരും പറഞ്ഞു കാണും. പോലീസിനൊക്കെ അയാളെ പേടിയുമായിരിക്കും. പക്ഷെ എന്റെ അനുഭവത്തിൽ അയാൾ എനിക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അയാളില്ലായിരുന്നെങ്കിൽ അന്ന് നട റോഡിൽ വെച്ച് സദാനന്ദന്റെ മോൻ എന്നോട് അപമര്യാദയെ പെരുമാറിയപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്റെ മാനം പോയേനെ. അങ്ങനെ വലിയൊരു സഹായം ചെയ്തയാളെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നത് ശരിയല്ലല്ലോ അമ്മേ. അങ്ങനെ മുഖം തിരിച്ചു പോണ്ട. പെട്ടെന്ന് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഒന്ന് ചിരിക്കാം, സംസാരിക്കാം. പക്ഷെ ആ സംസാരം ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കണം. അയാളുമായി കൂടുതൽ അടുക്കാനോ ചുറ്റിക്കറങ്ങാനോ പാടില്ല. അത്രയും പറഞ്ഞു പോവുകയാണ് ഭാഗ്യലക്ഷ്മി. ദിയ കരുതുകയാണ്, ജഗൻ എന്തിനായിരിക്കും ഇവിടെ കിടന്ന് കറങ്ങുന്നത്? സദാനന്ദന്റെയും മോന്റെയും ഭീഷണിയുണ്ട്. പക്ഷേ ബുള്ളറ്റിന്റെ മനസ്സിൽ അതുമാത്രമേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്നത് പുറത്തു നിൽക്കുന്ന ജഗനെയും ബിനുവിനെയുമാണ്. ബുള്ളറ്റിന്റെ മുകളിൽ കിടക്കുകയാണ് ജഗൻ. ബിനു ചോദിക്കുകയാണ്, അണ്ണൻ എന്തെങ്കിലും ആലോചിച്ച് കിടക്കുകയാണോ അതോ വെറുതെ കിടക്കുകയാണോ? ബുള്ളറ്റിൽ നിന്നും എഴുന്നേറ്റ് ജഗൻ ചോദിക്കുകയാണ്, അതല്ലടാ, അവിടെ പ്രശ്നമായി കാണുമോ? ബിനു പറയുകയാണ്, ദിയയുടെ അമ്മയുടെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ അത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ജഗൻ നിരാശപ്പെടുകയാണ്, ഞാൻ വിളിക്കണ്ടായിരുന്നു അല്ലേ? ബിനു ചോദിക്കുകയാണ്, അപ്പോൾ വിളിച്ചില്ലെങ്കിൽ അതും ഒരു മനപ്രയാസമല്ലേ? അതെ ശരിയാണ്. അറിയാതെ എന്റെ മനസ്സ് വഴുതിപ്പോയോ എന്നൊരു തോന്നൽ. ഒരു പിടുത്തവും കിട്ടുന്നില്ല. ബിനു അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, കുഴപ്പമായോ അണ്ണാ? ജഗൻ പറയുകയാണ്, വലിയ വീട്ടിലെ പെൺപിള്ളേരെ നോട്ടം വിട്ട് നടക്കുന്ന ചില തല്ലിപ്പൊളികളുണ്ട്. നമ്മളൊന്നും ആ ഗണത്തിൽപ്പെട്ടവരല്ല. ഇത് ഞാൻ പോലും അറിയാതെ ആ പെൺകൊച്ച് എന്റെ അടുത്തേക്ക് വരികയായിരുന്നു. ഞങ്ങളിവിടെ ആദ്യ കൂടിക്കാഴ്ചയെ പറ്റി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒടക്കിയാണ് തുടങ്ങിയത്, പിന്നെ അത് വലിയൊരു കൂട്ടായി. ഇപ്പൊ ദേ വീടിനകത്ത് ചെറിയൊരു താളം തെറ്റലുണ്ടായാൽ അതുടനെ ദിയ എന്റെ അടുത്തെത്തിക്കും. ഇതൊക്കെ കേട്ട് ചിരിച്ചു നിൽക്കുകയാണ് ബിനു. ബിനു പറയുകയാണ്, അണ്ണ ആള് സെറ്റായി. എന്ന് വെച്ചാൽ അണ്ണന് അവളോട് ഉള്ളതുപോലെ ഒരിത് അവൾക്ക് അണ്ണനോടും ഉണ്ട്. നിങ്ങൾ രണ്ടാളും പ്രേമിക്കുമോ അണ്ണ? ഏയ് എന്നും പറഞ്ഞ് ജഗൻ ചോദിക്കുമ്പോൾ ബിനു ചോദിക്കുകയാണ്, എന്തോന്നേയ്? അല്ലെങ്കിൽ പിന്നെ അണ്ണൻ ഈ നേരത്ത് ഈ വീടിനടുത്ത് കൂടി പോകണമെന്ന് തോന്നുമോ? അണ്ണൻ ഈ നേരത്ത് വിളിക്കുമ്പോൾ ദിയ മൊബൈൽ എടുക്കുമോ? ജഗൻ പറയുകയാണ്, എന്തോ ഒരു തരിപ്പ് ഉള്ളിലുണ്ട്. അതിന് എരിച്ചിലാവും ദിയയെ കുറച്ചു ദിവസം കാണാതിരുന്നാൽ. ബിനു അങ്ങനെ പറയുമ്പോൾ ജഗൻ ചോദിക്കുകയാണ്, അല്ല നിനക്കിതൊക്കെ എങ്ങനെ അറിയാമിടാ? അണ്ണ എന്നെ തേച്ചിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ 4-5 എണ്ണത്തിനെ പ്രേമിച്ചില്ലായിരുന്നോ? എന്റെ പൊന്നണ്ണ, അതാണ് യഥാർത്ഥ മനപ്രയാസം. ജഗൻ പറയുകയാണ്, അത് നീ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ തന്നെ ദിയയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഒരു ആകാംക്ഷ കൂടി. ഇനി ദിയയെ ഒന്ന് വിളിക്കാതെ അവളെ കാണാതെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അതെ, അണ്ണന് ദിയെ കാണുമെങ്കിൽ നമുക്കൊന്നുകൂടി അങ്ങോട്ട് പോകാം. മതില് ചാടി അങ്ങോട്ട് പോകാമെന്നേ.
ഒന്ന് പോടാ, അല്ലെങ്കിൽ തന്നെ അവിടെ ഒരാള് തെറ്റ് ചെയ്യാതെ എന്നെ പേരുദോഷം കേൾപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടെ ഇനി ഒരെണ്ണം കൂടി വേണ്ട. ബിനു പിണങ്ങി പറയുകയാണ്. വേണ്ടെങ്കിൽ വേണ്ട. സത്യം പറഞ്ഞാൽ ഈ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടടാ. ബിനു മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ അണ്ണന്റെ ഉള്ളിലും ഒരു തിരി കൊളുത്തി. പിന്നീട് ദീപയെ ഫോൺ ചെയ്യുകയാണ് ജയലാൽ. ജയലാൽ പറയുകയാണ്, ബെസ്റ്റ് ഫ്രണ്ട് ചതിച്ചു, എന്നിട്ടും അവളെ കൊണ്ട് ചെയ്തവനും ചെയ്യിച്ചവനും ഇപ്പോഴും നമ്മുടെ വിവാഹം മുടക്കാൻ വേണ്ടി നടക്കുകയാണ്. തന്നെയും തന്റെ അനിയത്തെയും ഒക്കെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ്. അതിന് നമുക്ക് മറുപടി കൊടുക്കണ്ടേ, എങ്ങനെയെന്ന് ചോദിക്കുകയാണ് ദീപ. എങ്ങനെയെന്നോ അതിന് മറുപടി കൊടുക്കാൻ ദീപയ്ക്ക് പറ്റൂ. എന്താ ലാലേട്ടൻ ഉദ്ദേശിക്കുന്നത്? നടന്ന സംഭവങ്ങളുടെ പേരിൽ തന്റെ ഭാവി ഇരുട്ടിലായെങ്കിൽ താൻ എന്തു ചെയ്തേനെ? എന്നും വീടിനകത്ത് ഒതുങ്ങിക്കൂടിയേനെ അല്ലേ? പക്ഷേ ഇവിടെ തന്റെ നന്മ തിരിച്ചറിഞ്ഞ ദൈവങ്ങളാണ് എന്നെ തന്റെ അരികിലെത്തിച്ചത്. നാളെ ഒരു സമയത്ത് നമ്മുടെ വിവാഹം നടക്കും. ആ സമയത്ത് 10-40 കിലോമീറ്റർ ദൂരമുള്ള ഈ നാട്ടിലൂടെയല്ല, തന്റെ നാട്ടിലൂടെയും നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. ദീപയുടെ വീട് അവിടെ ആയതുകൊണ്ട് മാത്രമല്ല, എന്റെ ഷോറൂമും തന്റെ വീടിനടുത്താണ്. അപ്പോ ഇടയ്ക്ക് നമുക്ക് അവിടെയൊക്കെ പോകേണ്ടി വരും. അപ്പോ താൻ വീട്ടിൽ നിന്നും വെളിയിലിറങ്ങണം. എന്ന് വെച്ചാൽ നാളെ മുതൽ ദിയയ്ക്കൊപ്പം കോളേജിലേക്ക് പോകണമെന്ന്. അതിപ്പോ എന്ന് ദീപ പറയുമ്പോൾ ജയലാൽ പറയുകയാണ്, ഒന്നും പറയണ്ട. രചന എന്ന് പറയുന്നവൾ അങ്ങനെ പോലും സന്തോഷിക്കാൻ പാടില്ല. അവൾ അറിയണം ദീപ വീടിനകത്ത് ഒതുങ്ങിക്കൂടില്ല എന്ന്. ചില കുട്ടികളൊക്കെ ഞാനിവിടെ ചെല്ലുമ്പോൾ തുറച്ചു നോക്കാറുണ്ട്. അങ്ങനെ നോക്കാത്തവരല്ലേ അധികവും. ഈ തുറച്ചു നോക്കുന്നവരുണ്ടല്ലോ, അവർ എല്ലാ കാലവും അങ്ങനെ തന്നെ ആയിരിക്കും. അവരൊക്കെ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ തകർച്ച മാത്രമാണ്. അത്തരക്കാരെ നമ്മൾ ശ്രദ്ധിക്കാനേ പാടില്ല. നമുക്കൊരു ആപത്ത് വരുമ്പോൾ ഓടിയെത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവരെ മാത്രമാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അല്ലാത്തവരെ അവർ അർഹിക്കുന്ന അതേ അവഗണനയോടെ തള്ളിക്കളയണം. 1-2 ദിവസം കഴിയുമ്പോൾ ഈ കളിയാക്കാൻ വരുന്നവരും തുറച്ചു നോക്കുന്നവരുമൊക്കെ വാലും ചുരുട്ടി പൊയ്ക്കോളും. അപ്പോ ദീപ നാളെ മുതൽ ദിയയ്ക്കൊപ്പം കോളേജിൽ പോകും അല്ലേ? എടോ, പോകുമെന്ന് പറയടോ. ദീപ പറയുകയാണ്, ഞാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു മറുപടി എനിക്ക് കേൾക്കണ്ട. നാളെ താൻ ഉറപ്പായിട്ടും കോളേജിലേക്ക് പോണം. അതിപ്പോൾ തന്നെ ദിയയെ അറിയിക്കണം. തന്റെ ഇടത്തോടുകൂടി ദിയയോട് പോയി പറയണം, നാളെ നീ കോളേജിലേക്ക് പോകുമ്പോൾ ഞാനുമുണ്ടെന്ന്. ശരി ലാലേട്ടാന്ന് പറയുമ്പോൾ ലാൽ ചോദിക്കുകയാണ്, അതെന്താ ആ ശരിക്കൊരു പവർ ഇല്ലാത്തത്? അതെ, എന്റെ അമ്മ ശരിക്കു പറഞ്ഞാൽ ഒരു ജയിൽ പുള്ളിയാണ്. പക്ഷെ ദീപ കണ്ടിട്ടുണ്ടോ അമ്മ ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്നത്? ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവിടെ ഇതുപോലെ തുറച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. അവരെ അതിനേക്കാൾ നന്നായി അമ്മ തുറച്ചു നോക്കും. ആരുടെ മുൻപിലും തലതാഴ്ത്തത്തും ഇല്ല അമ്മ. പക്ഷേ കുറച്ചുകൂടെ ഓവറാണ്. അത്രയ്ക്കൊന്നും വേണ്ട. എങ്കിലും ഇതുവരെ ദീപ എങ്ങനെയാണോ കോളേജിൽ പോയത് അതുപോലെ പോണം. നമ്മളെ കളിയാക്കുന്നവരുടെ ചെലവിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അവന്മാരെ കൊണ്ട് നമുക്ക് ഒരു നേട്ടവും ഇല്ല. പിന്നെ അവരുടെ മുൻപിൽ നമ്മൾ ചൂളേണ്ട കാര്യം എന്താണ്? ശരി ലാലേട്ട, ഞാൻ പോകാം. സന്തോഷത്തോടു കൂടി ജയലാൽ പറയുകയാണ്. ശരി, അങ്ങനെ തറപ്പിച്ചു പറയുക. അപ്പൊ ഗുഡ് നൈറ്റ്. നാളെ കോളേജിൽ പോയിട്ട് വിളിക്കുക. പിന്നീട് ദിയയുടെ അടുത്ത് ചെന്ന് ദീപ പറയുകയാണ്, നാളെ നീ കോളേജിൽ പോകുമ്പോൾ ഞാനുമുണ്ടെന്ന്. അത് കേട്ട് അതിശയിച്ച് ദിയ ചോദിക്കുകയാണ്, ഞാൻ സ്വപ്നം കണ്ടതെന്നും അല്ലല്ലോ? അല്ല, ഞാൻ നിന്റെ മുൻപിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തു പറ്റി പെട്ടെന്നിങ്ങനെ മാറാൻ? ഇനി ഏതായാലും വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്കും പുറത്തേക്കൊക്കെ ഇറങ്ങണം. ആൾക്കാരെ കാണുമ്പോൾ ഒളിച്ചിരിക്കാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ദിയ ചോദിക്കുകയാണ്, ഇതൊക്കെ നേരത്തെ ഞങ്ങളും പറഞ്ഞതല്ലേ? എന്നിട്ടും തെറ്റ് ചെയ്തവരെ പോലെ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയത് ചേച്ചിയല്ലേ? അത് തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അന്നേരം അവിടേക്ക് വന്ന ഭാഗ്യലക്ഷ്മിയോട് ദിയ പറയുകയാണ്, അമ്മേ, ചേച്ചി നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തു തുടങ്ങി. നാളെ മുതൽ എനിക്കൊപ്പം കോളേജിൽ വരുന്നോന്ന്. ഞാൻ കരുതി ഇനി കല്യാണം കഴിയുന്നത് വരെ കോളേജിലേക്ക് പോകില്ല എന്ന്. ദീപ പറയുകയാണ്, ലാലേട്ടൻ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു നാളെ മുതൽ കോളേജിലേക്ക് ഉറപ്പായും പോകണമെന്ന്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോളും ജയലാലും കൂടി പുറത്തേക്ക് പോയപ്പോൾ കുറച്ച് പയ്യന്മാർ മോളെ കമന്റ് പറഞ്ഞു. ആ നിമിഷം തന്നെ ജയലാൽ അവരെ തല്ലാൻ പിടിച്ചു നിർത്തി. അങ്ങനെയാണ് വേണ്ടത്. ചെയ്യാത്ത തെറ്റിന് നമ്മളെ ആരെങ്കിലും കമന്റ് ചെയ്യുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കണം. ദിയ പറയുകയാണ്, ചേച്ചിക്ക് വേണ്ടി ഇപ്പോൾ ഞാനാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യമൊന്നും ഇല്ലല്ലോ. ചേച്ചി ധൈര്യത്തോടു കൂടി കോളേജിലേക്ക് വന്നാലല്ലേ ഞാൻ പറയുന്നതിനൊക്കെ ഒരു പ്രസക്തി ഉണ്ടാവൂ. അല്ലെങ്കിൽ കളിയാക്കാനും കൊച്ചാക്കാനും നടക്കുന്നവരുമൊക്കെ ചോദിക്കില്ലേ, നീ ഇത്ര കിടന്ന് വാചകമടിച്ചിട്ട് നിന്റെ ചേച്ചി എവിടെയെന്ന്? ദീപ പറയുകയാണ്, ഇനി അത്തരം ചോദ്യങ്ങളൊന്നും ഉണ്ടാകില്ല. ആരെന്തു പറഞ്ഞാലും അതിനൊക്കെയുള്ള കൃത്യമായ മറുപടി ഞാൻ കൊടുത്തോളാം. അത് കേട്ട് സന്തോഷിക്കുകയാണ് ഭാഗ്യലക്ഷ്മിയും ദിയയും. ദീപയെ ചേർത്ത് പിടിച്ച് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, പറയേണ്ട ആള് പറഞ്ഞപ്പോൾ മോൾക്ക് ഇല്ലാത്ത ധൈര്യം ഉണ്ടായി. ഇനി നാളെ കോളേജിലേക്ക് പോകുമ്പോൾ ഈ ആവേശം കെട്ടടങ്ങി പോകരുത്. പോയ അതേ സ്പിരിറ്റിൽ തന്നെ തിരിച്ചു വരണം. അമ്മ നോക്കിക്കോ, ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും അവരുടെയൊക്കെ നാവ് കഴിക്കുന്നതല്ലാതെ
എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. ദീപ പോയ ശേഷം ഭാഗ്യലക്ഷ്മി ദിയയോട് പറയുകയാണ്, വിവാഹം കഴിക്കാൻ പോകുന്ന ആള് സ്നേഹിക്കുന്ന ആള് ആത്മവിശ്വാസം കൊടുക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കും കുറച്ചൊക്കെ തന്റെ ഇടം വരും. മോളെ വീട്ടിലിരുത്തണം എന്ന് കരുതിയവർ അറിയട്ടെ, ഇനി അതിനൊന്നും കഴിയില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ പോയി മടങ്ങി വരുന്ന പൂജയെ കാത്തു നിൽക്കുന്ന ജയലാലിനെയാണ്. പൂജ ചോദിക്കുകയാണ്, ഇതെന്താ അതിരാവിലെ അമ്പലത്തിൽ വന്നതാണോ? അല്ല, അമ്മ വന്നതല്ലേ, കുറച്ച് മീനും ഇറച്ചിയുമൊക്കെ മാർക്കറ്റിൽ നിന്നും വാങ്ങാനായിട്ട് വന്നതാണ്. തിരികെ വരുമ്പോൾ ചേട്ടത്തി ക്ഷേത്രത്തിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു. എന്നാൽ പിന്നെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. വീട്ടിലേക്ക് വരാൻ പറ്റില്ലല്ലോ. ചേട്ടത്തി എന്താ ക്ഷേത്രത്തിൽ? വിശേഷിച്ച് എന്തെങ്കിലും? പൂജ പറയുകയാണ്, അമ്പലത്തിൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, നിന്റെ അമ്മയുടെ ദേഷ്യം മാറ്റിത്തരണമേ എന്നും നിനക്ക് നല്ലൊരു ബന്ധം കിട്ടണേ എന്നും പ്രാർത്ഥിക്കാനായിട്ടാണ് ഞാൻ വന്നത്. ഏട്ടൻ വന്നില്ലേ? ഇല്ല, വന്നില്ല. ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം രാത്രിയിൽ വലിയ വിഷമമായിരുന്നു. നിങ്ങളൊക്കെ പോയതിനു ശേഷം എന്നോട് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു. നീ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിക്ക് എത്ര നാൾ അവിടെ പിടിച്ചു നിൽക്കാമെന്ന് ഹരിയേട്ടന് നല്ല ആശങ്കയുണ്ട്. ഞാനെന്ന് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞല്ലോ ഏട്ടത്തി, അമ്മ വിവാഹം അലമ്പാൻ നോക്കിയതാണ്. ഞാൻ പറഞ്ഞ കള്ളങ്ങളൊക്കെ ദീപയുടെ വീട്ടിൽ വന്ന് അമ്മ പൊളിച്ചു കളഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് ഉരുകുകയായിരുന്നു. പിന്നീടാണ് സ്ത്രീധനം ചോദിച്ചത്. അവർ അതിനൊക്കെ ശക്തമായി എതിർക്കുന്ന കൂട്ടത്തിലാണ്. എന്തായാലും ഞാൻ അന്നേരം അമ്മയുടെ കൂടെ നിന്നിട്ട് പ്രതികരിച്ചില്ല. പൂജ പറയുകയാണ്, അത് നന്നായി. പ്രതികരിച്ചിരുന്നെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നിന്റെ മോഹം പൊലിഞ്ഞു പോയേനെ. പാവപ്പെട്ട ഒരു പെൺകൊച്ചിനെ അവിടെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തരുത് ജയ. ദീപ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന കൂട്ടത്തിൽ അല്ല ഏട്ടത്തി, വീടിനകത്ത് ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. നീ എന്താ ജയ ഈ പറയുന്നത്? ആ കുട്ടി MSc പഠിക്കുന്ന കൂട്ടത്തിലല്ലേ? അത്രയും പഠിച്ച ഒരു പെൺകുട്ടി എത്ര നാൾ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടും? ഞാൻ പറയുന്നത്, ഇനി വഴക്കോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ നീ നിന്റെ ജോലി സ്ഥലത്തിനടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് ദീപയെ അവിടെ താമസിപ്പിക്കണം. കൂട്ടിനൊരാളെയും വെച്ചാൽ മതി. അപ്പോൾ രണ്ടു കൂട്ടരുടെയും പരാതി തീരും. അല്ലാതെ നിന്റെ അമ്മയുടെ സ്വഭാവം മാറാതെ ഒരു കാരണവശാലും ഒരു പെൺകുട്ടിക്കും നിന്റെ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നീ അതിനുവേണ്ടി ശ്രമിച്ചാൽ നീ ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ചതിയായിരിക്കും. കല്യാണത്തിന് ഏട്ടനെങ്കിലും വരുമോ ഏട്ടത്തി? വരുമെന്ന് നിനക്ക് വാക്ക് തന്നതല്ലേ. എവിടെയെങ്കിലും മറഞ്ഞു നിന്നായാലും നിന്റെ കല്യാണം കാണണമെന്നാണ് ഹരിയേട്ടൻ പറയുന്നത്. ഏട്ടത്തിയുടെ അമ്മയോട് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറയണം. ആരെങ്കിലും ഒരാൾ താഴ്ന്നാലേ അവരുടെയൊക്കെ അരികിൽ ഭയം കൂടാതെ നമുക്ക് നിൽക്കാൻ പറ്റൂ. പൂജ പറയുകയാണ്, അമ്മയെ കാണുമ്പോൾ കടിച്ചു കീറാൻ വരുന്നതാര്? അമ്മ മിണ്ടാതെ പോയാലും വെറുതെ വിടില്ലല്ലോ. ഇനിയിപ്പോ വേറൊരാളുണ്ട് വീട്ടിൽ, കോയമ്പത്തൂർ പഠിക്കുന്ന ഒരാൾ. അത് നിന്റെ അമ്മയുടെ തനിപ്പകർപ്പാണ്. മൂത്ത പെങ്ങളുടെ ഹസ്ബൻഡിനെയും നിന്റെ അച്ഛനെയും പോലെയുള്ള ഒരാളെ കണ്ടെത്തിക്കോ. അല്ലെങ്കിലേ വിവാഹം കഴിഞ്ഞ് 3-ന്റെ അന്ന് പെങ്ങള് വീട്ടിൽ വന്ന് നിൽക്കും. നിന്റെ കാര്യത്തില് എന്റെ അമ്മയ്ക്ക് പോലും വേദനയുണ്ട്. കല്യാണത്തിന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന നിന്റെ കൂടെ ഉണ്ടാകും. നിനക്കൊരു നല്ല കുടുംബജീവിതം കിട്ടണേ എന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം. ദീപ നിനക്കൊരു നല്ല ഭാര്യയാകട്ടെ. അവൾ നിന്നെ മനസ്സിലാക്കി ജീവിക്കട്ടെ. എന്നാ ഞാൻ പോട്ടെ. വണ്ടി അപ്പുറത്ത് പാർക്കിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. പിന്നീട് കോളേജിലേക്ക് എത്തുകയാണ് ദിയയും ദീപയും. ദിയ പറയുകയാണ്, അവളെ ഇന്ന് മുഖാമുഖം കാണേണ്ടി വരും, ആ രചനയെ. ദീപ ചോദിക്കുകയാണ്, അതുകൊണ്ട് എനിക്കെന്താ കുഴപ്പം? അവൾ എന്നോടാണ് തെറ്റ് ചെയ്തത്, ഞാൻ അവളോടല്ല. ഇത് കേട്ട് അത്ഭുതപ്പെടുകയാണ് ദിയ. പിന്നെ അവളെ ഫേസ് ചെയ്യാൻ ഞാൻ എന്തിനാ പേടിക്കുന്നത്? സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങി ദിയ ചോദിക്കുകയാണ്, ഇതിപ്പോ ഇന്നലെ കണ്ട ചേച്ചിയാണോ ഇത്? ഞാനും നിന്നെ പോലെ കുറച്ച് ബോൾഡ് ആവട്ടെ. ദീപയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് ദിയ പറയുകയാണ്, കോളേജ് ആയിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നേനെ. പിന്നീട് ദീപയെ കണ്ട് ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, അല്ല ആരായത്? ഇനി കോളേജിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ ആള് വന്നോ? കല്യാണമൊക്കെ ആയെന്ന് പറഞ്ഞു കേട്ടല്ലോ. ദിയ പറയുകയാണ്, നല്ലൊരു പയ്യൻ വന്നു, ചേച്ചി കൈ കൊടുത്തു. ദീപ പോയ ശേഷം ഫ്രണ്ട്സ് ദിയയോട് ചോദിക്കുകയാണ്, ചേച്ചിക്ക് നല്ല മാറ്റമാണല്ലോ. നിന്റെ സങ്കടമൊക്കെ തീർന്നോ? നിന്റെ മാത്രമല്ല എന്റെ അമ്മയുടെ സങ്കടവും തീർന്നോ? നീ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നതാണോ നിന്റെ ചേച്ചിയെ? ഒരിക്കലുമല്ല. ഇന്നലെ രാത്രി ചേച്ചി ഇങ്ങോട്ട് വന്നു പറയുകയായിരുന്നു, ഇനി ഞാനും വരുന്നോന്ന് കോളേജിലേക്ക്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.